ഇന്നിപ്പോൾ 24-ൻ്റെ ഒരു ബിസിനസ് കോൺക്ലേവ് കൊച്ചിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ KC വേണുഗോപാൽ പങ്കെടുത്തു. കിരൺ റിജിജു മുഖ്യാതിഥിയായിട്ടെത്തി. അപ്പോൾ കിരൺ റിജിജുവിനെ വേദിയിലിരുത്തിക്കൊണ്ട് KC വേണുഗോപാൽ പറഞ്ഞത് കേന്ദ്ര ബജറ്റ് നിരാശാജനകമായിരുന്നു, പ്രതീക്ഷിച്ച ഒന്നും കിട്ടിയിട്ടില്ല, 15 വർഷമായി നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന എയിംസ് ഇല്ല, അതുപോലെ അതിവേഗ റെയിൽ ഇടനാഴി ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കിരൺ റിജിജു മറുപടി നൽകിയത് കേരളം എന്ന് പറയുന്ന ഒരു സിറ്റി പോലെയാണ്, മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അല്ല, ഒട്ടേറെ പ്രത്യേകതകളുണ്ട്, അപ്പോൾ അതൊക്കെ പരിഗണിച്ചൊക്കെ ആകാം അതിൽ തീരുമാനം കൈക്കൊള്ളേണ്ടത് എന്നുള്ളതാണ് അതിനുള്ള ഒരു മറുപടി. അപ്പോൾ അതിനെന്താണ് മിനിസ്റ്റർ പറയുന്നത്? കേരളം വൺ ഓഫ് ദ ലാർജസ്റ്റ് സിറ്റി ഓഫ് ദ വേൾഡ്. അപ്പോൾ അതിന് കൂടുതലല്ലേ തരേണ്ടത് നമുക്ക്? അതാണ് പക്ഷേ കൂടുതലാണ് നമുക്ക് തരേണ്ടത്. ശരിക്കും എയിംസ് ഒക്കെ നമ്മൾ ഇപ്പോൾ ചില എയിംസിന് ആദ്യം നമ്മൾ എയിംസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സ്ഥലം വരാൻ പോകുന്നു. സ്ഥലം നമ്മൾ 3 സ്ഥലത്തിൻ്റെ ലിസ്റ്റ് കൊടുത്തു. ഒന്ന് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. ആ സ്ഥലം ഏതാണെന്നും കൊടുത്തു. അപ്പോൾ കേന്ദ്രം നമ്മളോട് പറഞ്ഞു ഒറ്റ സ്ഥലം വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് കോഴിക്കോട് കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ പറഞ്ഞു സ്ഥലം തന്നാൽ പോരാ, ആരോഗ്യ വകുപ്പിൻ്റെ കയ്യിൽ അത്ര സ്ഥലം ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വകുപ്പ് വ്യവസായ വകുപ്പിൽ നിന്ന് നമ്മൾ ആവശ്യമായ സ്ഥലം അതിവേഗതയിൽ ആരോഗ്യ വകുപ്പിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഒന്നും നടന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ ഇവിടെ KC വേണുഗോപാൽ അത് 24-ൻ്റെ ചാനലിൽ വന്ന് പറഞ്ഞത് നന്നായെങ്കിലും ശരിക്കും കോൺഗ്രസ് പറയുന്നത് ശരിയാണെങ്കിൽ അവർ ഈ ബഡ്ജറ്റ് സെഷനിൽ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തിട്ട് ഈ കാര്യങ്ങൾ ഗൗരവമായി ഇവിടെ തന്നെ ഉന്നയിക്കണല്ലോ, കേരളത്തോടുള്ള അവഗണന. അതിനകത്ത് എന്തുകൊണ്ട് അവർ നിൽക്കുന്നില്ല? അത് പ്രധാനമാണല്ലോ. പിന്നെ അവരുടെ കാലത്തും ഇപ്പോൾ കുറേ കൂടി ശക്തിപ്പെട്ടു. കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം ഇത്തരം കാര്യങ്ങളിൽ ഒരു സ്ഥായിയായ നിലപാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു ദൗർബല്യം. നമ്മളോടുള്ള അവഗണന ചെറിയ അവഗണനയല്ല. ശരിക്കും നമുക്ക് ലാൻഡ് പ്രശ്നമാണ്, നമുക്ക് വ്യവസായങ്ങൾക്ക്. ഇപ്പോൾ HIL അടച്ചു കിടക്കുകയാണ്, ലാൻഡ് നമുക്ക് തരുന്നില്ല. നമ്മുടെ പാലക്കാട് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് വേണ്ടി എത്ര കാലം മുമ്പ് നമ്മൾ സ്ഥലം എടുത്ത് കൊടുത്തു, ഇപ്പോൾ കാട് കയറി കിടക്കുന്നു. അവർ ചെയ്യുന്നില്ല, നമുക്ക് തിരിച്ചെടുക്കുന്നില്ല. HMT ലാൻഡ് നമ്മൾ സുപ്രീം കോടതി വരെ നിൽക്കുകയാണ്, എത്ര കാലമായി അവരൊന്നും ചെയ്യുന്നില്ല. ലാൻഡ് അവർ വ്യവസായം നിന്നോട്ടെ, വെറുതെ കിടക്കുന്ന ലാൻഡ് നമുക്ക് തരണ്ടേ തിരിച്ച്? അല്ലെങ്കിൽ ഇപ്പോൾ FACT എത്ര ലാൻഡ് വെറുതെ കിടക്കുന്നു? അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ എത്ര ലാൻഡ് വെറുതെ കിടക്കുന്നു? വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എടുത്തു കൊടുത്ത ലാൻഡുകളാണ്. ഈ ലാൻഡ് പോലും നമുക്ക് നൽകുന്നില്ല. അവർ തുടങ്ങുന്നില്ല, നമുക്ക് നൽകുന്നില്ല. അപ്പോൾ ഇത്തരം സമീപനം വ്യവസായത്തെ സംബന്ധിച്ച് മാത്രമാണെങ്കിലും ഇത്തരത്തിലുള്ള സമീപനങ്ങളുണ്ട്. അത് കേന്ദ്രത്തിൻ്റെ ഒരു തെറ്റായ സമീപനമായി തന്നെ നമ്മൾ കാണേണ്ടത്. ഒരു കാര്യം കൂടി KC വേണുഗോപാൽ പറഞ്ഞു, ഈ ബജറ്റ് വിഹിതം എന്നുള്ളത് സംസ്ഥാനങ്ങൾക്കുള്ളത് കേന്ദ്രത്തിൻ്റെ ഔദാര്യമല്ല. അപ്പോൾ അതിന് കിരൺ റിജിജുവിൻ്റെ മറുപടി ഞാനത് വായിക്കാം. പദ്ധതി നിർവഹണം നന്നായി നടത്തുന്ന സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് ലഭിക്കുന്നുണ്ട്, കേരളത്തിനും അർഹമായത് നൽകുന്നുണ്ട്. ഇതാണ് അത് അതിൻ്റെ മാനദണ്ഡത്തെ മനസ്സിലാകാതെയായിരിക്കും. ഇത് ഫണ്ട് എന്ന് വെച്ചാൽ 2-3 കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ഫണ്ട് കിട്ടുമ്പോൾ ഭരണഘടനാ പ്രകാരം ടാക്സ് പൂളിംഗ് ആയിരുന്നു. നേരത്തെ നമുക്ക് സ്റ്റേറ്റിന് ടാക്സ് നിർണ്ണയിക്കാൻ ഒരു ഭാഗത്ത് അധികാരം ഉണ്ടായിരുന്നു, ബാക്കി ടാക്സ് അങ്ങോട്ടും ആ പൂളിൽ നിന്ന് കിട്ടുക. ഇപ്പോൾ ആ പൂളിൽ നിന്ന് കിട്ടുന്ന വിഹിതം വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. 1. 2, ഈ പൂളിലേക്കുള്ളതും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ എല്ലാം ടാക്സ് ആയിരുന്നു, ഇപ്പോൾ സർചാർജ് സെസ്സായി. സർചാർജ് സെസ്സായ കോൺസ്റ്റിറ്റ്യൂഷന് പുറത്താണ്. എത്രയാണോ ഇപ്പോൾ നിങ്ങൾ പെട്രോളിന് ടാക്സ് വയ്ക്കുന്നത്, ആ ടാക്സ് ആണെങ്കിൽ അതിൻ്റെ നിശ്ചിത ശതമാനം സ്റ്റേറ്റുകൾക്ക് കൊടുക്കണം, പൂളിലേക്ക് വരും, ആ ഡിവിഡൻ പൂളിലേക്ക് വരും. എന്നാൽ നിങ്ങളുടെ സെസ് ആണെങ്കിൽ അത് മുഴുവൻ കേന്ദ്രത്തിനാണ്. നിങ്ങൾ സർചാർജ് ചുമത്തി അത് കേന്ദ്രത്തിന്, അത് ഡിവൈഡ് ചെയ്യണ്ട. അപ്പോൾ 1, നിങ്ങൾ ഈ പൂള് കുറയ്ക്കുന്നു. 2, പൂളിൽ നിന്നുള്ള വിഹിതം കുറയ്ക്കുന്നു. 3, ഗ്രാൻറ്റുകൾ കുറയ്ക്കുന്നു. ഉള്ള ഗ്രാൻറ്റുകളുടെ തന്നെ കണ്ടീഷനുകൾ മാറ്റുന്നു. ഒരു പദ്ധതിക്കുള്ള കണ്ടീഷൻ മാറ്റുമ്പോൾ അതിന് തയ്യാറല്ലെങ്കിൽ എല്ലാ പദ്ധതികൾക്കുള്ള ഗ്രാൻഡ് ഇല്ലാതാക്കുന്നു. 3, നിങ്ങൾ ഭരണഘടനാ പ്രകാരം യൂണിയൻ ലിസ്റ്റിലുള്ളത് ഡെപ്റ്റ് ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ്റാണ്, സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഡെപ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അത് സംബന്ധിച്ച് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം സംസ്ഥാന നിയമസഭകൾക്കാണ്. നമ്മൾ ആ നിയമം ഉണ്ടാക്കുന്നു, കേന്ദ്രത്തിൻ്റെ നിയമത്തിനോട് ചേർന്ന് തന്നെ. ആ നിയമത്തിനകത്ത് നിന്ന് കടം വാങ്ങിക്കാൻ അനുവദിക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ ഹൈവേക്ക് വേണ്ടി ഞങ്ങളുടെ സ്ഥലം എടുക്കാനായിട്ട് കിഫ്ബി വഴി ഫണ്ട് കൊടുക്കുന്നു, അത് ബോറോയിങ് ലിമിറ്റിൽ വരുന്നു. ഞങ്ങൾ 25% കൊടുക്കുന്നുള്ളൂ, 75% കൊടുക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. അവർ കടമെടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഈ 75% കടമെടുക്കുന്ന കേന്ദ്രത്തിൻ്റെ ബോറോയിങ് ലിമിറ്റിൽ അത് വരില്ല. 25% കടമെടുക്കുന്ന നമ്മുടെ ബോറോയിങ് ലിമിറ്റിൽ വരും. ഇതാണ് വിവേചനം എന്നുള്ളത്. ഇത് ഗൗരവമാണ്. പക്ഷേ ഇത് അത്ര ഗൗരവത്തിൽ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. ഇപ്പം ഇന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ, ബജറ്റ് നിയമസഭയ്ക്ക് അദ്ദേഹം പറയുകയുണ്ടായി, ചർച്ച കേരളത്തിൽ അത് സംബന്ധിച്ച് വലിയ മീറ്റിംഗ് നടത്താൻ തയ്യാറായപ്പോൾ കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ വരാൻ അനുവദിച്ചില്ല അവർ. അപ്പോൾ യോജിച്ച് നിൽക്കേണ്ട പ്രശ്നങ്ങളിൽ പോലും
താൽക്കാലികമായ താല്പര്യത്തിനോ BJPയോടൊരു ചായ്വ് കൊണ്ടോ കേരളത്തിലെ കോൺഗ്രസ് തെറ്റായ സമീപനം സ്വീകരിക്കുന്നുണ്ട്. സെമിനാറുകൾക്കകത്ത് വന്ന് പറയുന്ന കാര്യങ്ങൾ പ്രയോഗത്തിലൊട്ടും പ്രതിഫലിക്കപ്പെടുന്നില്ല. ഇപ്പം നിയമസഭയിൽ തുടർച്ചയായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്നൊരൊറ്റ വിഷയത്തിൽ പ്രതിപക്ഷം കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. ബജറ്റ് ചർച്ചകളിൽ പോലും പങ്കെടുക്കാതെ അതൊരു ശരിയായ രീതിയല്ല എന്ന് മന്ത്രിമാർ തുടർച്ചയായി ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പം ഇന്നൊക്കെ നമ്മൾ തന്ത്രിയുടെ വിഷയത്തിൽ നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ പ്രതിപക്ഷം പറയുന്നൊരു കാര്യം മന്ത്രിമാർ പറയുന്നത് വിചിത്രമായ മറുപടിയാണ് ഈ കാര്യത്തിൽ എന്നതാണ് തന്ത്രിയുടെ വിഷയത്തിൽ. കാരണം കോടതി ഉത്തരവ് അവിടെ ഉണ്ട്, കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവ്, അത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തന്ത്രിയെ പ്രതിരോധിക്കുന്നത്. അപ്പോൾ മന്ത്രിമാരുടെ മറുപടി എന്തുകൊണ്ടാണ് 41 ദിവസം ഒരു തെളിവുമില്ലാതെ ജയിലിൽ കിടന്നതിന് ഉത്തരം പറയേണ്ടതുണ്ട്, മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടു, ഇതാണ് അവരുടെ വാദം. അല്ല, ഒന്ന് അവർ ഇത് യഥാർത്ഥത്തിൽ അവർക്കിതൊന്നും മനസ്സിലാകാത്തതല്ല. വിജിലൻസ് കോടതി സുപ്രീം കോടതി അല്ലല്ലോ, നമ്മുടെ താഴത്തൊരു കോടതിയാണല്ലോ. ഈ കേസിൻ്റെ അന്വേഷണം, ഈ കേസ് എങ്ങനെ വന്നു? ആദ്യം മീഡിയയിൽ വന്നതാരാ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് എന്തോ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണല്ലോ പീഠം എന്ന് വെച്ചാൽ ആ സമയത്ത് ഈ അയ്യപ്പ സംഗമം ഇതിൻ്റെയൊക്കെ ഒരു ചിത്രം വെക്കുമ്പോൾ അതൊന്ന് തിരിച്ചു വിടുന്ന ഒരു സിദ്ധാന്തമാണ് പ്രൊപ്പഗൻഡയുടെ. പക്ഷേ അപ്പോൾ ആര് പറഞ്ഞിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവാം? പ്രതിപക്ഷം അത് ഏറ്റെടുത്തു. പിന്നെ അത് എവിടെ നിന്ന് കിട്ടി? എന്നാൽ കോടതി ഒരു അന്വേഷണത്തിന് ഇത് മാത്രമല്ല മറ്റ് റിപ്പോർട്ടുകളും വെച്ചിട്ട് അവർ ഒരു അന്വേഷണം തീരുമാനിച്ചു. ഗവൺമെൻറ്റിനോട് ചോദിച്ചപ്പോൾ ഗവൺമെൻറ് കോടതിയിൽ മേൽനോട്ടം നടത്തിക്കോട്ടെ. അവരാണ് പൂർണ്ണമായിട്ടും മേൽനോട്ടം വഹിക്കുന്നത്. അവർ മേൽനോട്ടം വഹിക്കുന്നു, ഉദ്യോഗസ്ഥർ അവരാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഗവൺമെൻറ്റിനോട് അഭിപ്രായം, പോലീസിൻ്റെ അഭിപ്രായം ചോദിക്കുന്നു, അതിൽ നിന്ന് അവർ പിക്ക് ചെയ്യുകയാണ്. ഓരോരുത്തരുടെയും അവരുടെ വേറെ ബോർഡ്സ് നോക്കിയിട്ട് അവർ തന്നെയാണ് റെക്കോർഡ്സൊക്കെ നോക്കിയിട്ട് അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഈ റിപ്പോർട്ട് അവരുടെ മുൻപിൽ മാത്രമേ ഉള്ളൂ. ഫീൽഡ് കവറാണ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും കിട്ടുന്നില്ല. ഇനി ഗവൺമെൻറ് ധാരണയില്ല. അത് നോക്കിയിട്ട് അവർ ഓപ്പൺ കോർട്ടിലല്ല, ഈ വിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ വളരെ കൃത്യം ഓർഡറിൽ തന്നെ എഴുതി ഈ അന്വേഷണം ഏറ്റവും ശരിയായ ദിശയിലാണ്. അത് ഈ തന്ത്രിയുടെ അറസ്റ്റൊക്കെ ശേഷമാണ്. ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താ? തന്ത്രി കുറ്റക്കാരനാണോ, അകത്ത് കിടക്കുന്ന ആരെങ്കിലും കുറ്റക്കാരനാണോ, പുറത്ത് നിൽക്കുന്ന ആരെങ്കിലും കുറ്റക്കാരനാണോ എന്ന് ഗവൺമെൻറ്റിന് ഒന്നും പറയാനില്ല. കുറ്റക്കാരനാണെന്നോ കുറ്റക്കാരനല്ലെന്നോ ഞങ്ങൾക്ക് പറയാനില്ല. അല്ല, പക്ഷേ ഇന്നലെ MP ഗോവിന്ദൻ പറഞ്ഞത് പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽ പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. അല്ല, അതല്ല ഞാൻ പറഞ്ഞ കേസിൻ്റെ പൊതുവായ വശം പറയുന്നത്. ഇതിൽ അദ്ദേഹം കുറ്റം ചെയ്തു ഇല്ലയോ, ഞങ്ങളുടെ മുമ്പിലല്ല ഈ കാര്യങ്ങൾ വരുന്നത്. മറ്റാളുകൾ കുറ്റം ചെയ്തു ഇല്ലയോ, ഞങ്ങളുടെ മുമ്പിലല്ല വരുന്നത്. ഇന്നയാൾ കുറ്റം ചെയ്തെന്നോ ഇന്നയാൾ കുറ്റം ചെയ്തില്ല എന്നോ പറയാൻ മറ്റ് ബന്ധങ്ങൾ നോക്കിയിട്ടോ പദവികൾ നോക്കിക്കൊണ്ടോ നമുക്കൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. ഇവിടെ കോടതിയാണ് യഥാർത്ഥത്തിൽ നാം കാണേണ്ടത്. ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് പൂർണ്ണമായിട്ടും മേൽനോട്ടം വഹിക്കുന്നത്. ആ ഘട്ടത്തിൽ ഒരു വിജിലൻസ് കോടതിയുടെ വിധി അവർ ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്ന ഒരു കേസിൽ ഇന്നയാൾ നാളെ ആരാണെങ്കിലും, ഇപ്പോൾ ചിലർ പറയും തന്ത്രി ഇങ്ങനെ അല്ല, തന്ത്രിയല്ല, നാളെ വേറൊരാളുടെ ജാമ്യാപേക്ഷയിലും ജാമ്യം കൊടുക്കാതിരിക്കും ചെയ്യാം. കാരണം സ്വാഭാവിക ജാമ്യത്തിൻ്റെ ഉണ്ട്. ഹൈക്കോടതി പറയുന്നു കുറ്റപത്രം സമയത്തിനകത്ത് കൊടുക്കുമ്പോഴതിനേക്കാളും പ്രാധാന്യം ഈ കേസിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് കുറ്റമറ്റ കുറ്റപത്രം നൽകുക എന്നുള്ളതാണ്. അതാണ് ഹൈക്കോടതിയുടെ പൊസിഷൻ. അപ്പോൾ ഞങ്ങളതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങളുടെ ഭാഗത്തില്ല അത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എന്നാൽ കീഴ്ക്കോടതിക്ക് പൊസിഷൻ എടുക്കാം. ഞങ്ങളുടെ പൊസിഷൻ ജാമ്യമാണ്, ബെയിലിസ്ത വെച്ചിട്ട് ഈ ഇത്ര ദിവസം കഴിഞ്ഞു, അതുകൊണ്ട് പൊതുവെ പണ്ടത്തെ വിധിന്യായങ്ങളനുസരിച്ച് കൊടുക്കാം, അവർക്ക് തീരുമാനിക്കാം. പക്ഷേ ഏത് പ്രതിയുടെ ആണെങ്കിലും അതിൻ്റെ ഒരു അവസാനത്തെ വിധി പോലെ ഉള്ളത്, പ്രത്യേകിച്ച് ഹൈക്കോടതി ഏറ്റവും കുറ്റമറ്റതാണ് എന്ന് പറയുന്ന അന്വേഷണത്തിൽ കീഴ്ക്കോടതി സാധാരണ അങ്ങനെ നടത്താറില്ല. ഞാൻ പറഞ്ഞു ഇദ്ദേഹം മാത്രമല്ല, ഞാൻ പറഞ്ഞ ആരുടെ കാര്യത്തിലായാലും അവരുടെ മുമ്പിൽ വരുന്ന ഇത്രയും ഭാഗങ്ങളായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ട് ആ കോടതിയുടെ നോക്കൂ, ഹൈക്കോടതിയുടെ ഓർഡർ നോക്കേണ്ടതാണ്. ഇതിങ്ങനെയാണ്. ഗവൺമെൻറ് വേറൊന്നും പറയാനില്ല, കാരണം ഞങ്ങളുടെ മുമ്പിലേക്ക് ഇതിൻ്റെ അന്വേഷണം വരുന്നില്ല. അത് നമ്മൾ ഇദ്ദേഹമല്ല, ആരാണെങ്കിലും ഇദ്ദേഹം കുറ്റം ചെയ്തോ ഇല്ലയോ നമുക്കറിയില്ല, അകത്ത് കിടക്കുന്ന ആൾ കുറ്റം ചെയ്തോ ഇല്ലയോ നമുക്കറിയില്ല. പോലീസ് അന്വേഷിക്കുന്നു, SIT അന്വേഷണം ഹൈക്കോടതി മേൽനോട്ടത്തിൽ. ആ അന്വേഷണം ശരിയായ ദിശയിലെന്ന് പറയുന്നു. ഇത് അന്വേഷണം ശരിയായി അല്ല, വേറെ ആരോ അവർ വെച്ചോട്ടെ, ഇനി ഇങ്ങനെയല്ല മറ്റ് രൂപത്തിലും അതും ഹൈക്കോടതിക്ക് ചെയ്യാമല്ലോ. ഇതുവരെ ഹൈക്കോടതി പൂർണ്ണ വിശ്വാസം SITയിൽ എന്ന് മാത്രമല്ല, ഹൈക്കോടതിയുടെ ഒരു വിധി പറയുന്നുണ്ട്, ഇങ്ങനെ തെറ്റായ ഒരു പ്രചാരവേല അടിസ്ഥാനരഹിതമായി നടത്തുന്നത് ഈ സിസ്റ്റത്തിനും സംവിധാനത്തിനും വിശ്വാസത്തെ ദുർബലപ്പെടുത്തും. എന്നിട്ട് അന്വേഷണത്തിന് വിശ്വാസത്തെ ദുർബലപ്പെടുത്തുമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടും അടിസ്ഥാനരഹിതമായി പറയുമ്പോൾ ഈ വിശ്വാസ്യത തകരണം എന്ന ചിന്തയുടെ കൂടി ഭാഗമായിട്ട് അത് വരുന്നത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ അവതരിപ്പിക്കുകയാണ്, ആ സമയത്തും ഇങ്ങനെ പ്രതിപക്ഷം ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഇപ്പോൾ നേരത്തെ പിരിയാൻ പോകുന്നു സഭ, ഈ ഒരൊറ്റ വിഷയത്തിലാണ് പ്രതിഷേധം. അല്ല, നമ്മൾ കാണേണ്ടത് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും അവിശ്വാസ പ്രമേയം ഈ 5 വർഷമായിട്ട് ഒരു കൊണ്ടുവന്നു.
എന്തേ ഇത്രയും വലിയ കുഴപ്പമാണോ? ആകെ കുഴപ്പമായിപ്പോയി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് കഴിഞ്ഞ മന്ത്രിസഭ തിരക്കേടില്ലായിരുന്നു ഒരു അവിശ്വാസ പ്രമേയം. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണല്ലോ. ക്രിയാത്മക പ്രതിപക്ഷമാണെങ്കിൽ വെല്ലിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടാണോ ഇവരെ പുറത്താക്കാൻ നോക്കേണ്ടത്? അതോ നിയമസഭാ ചട്ടം 61 പ്രകാരം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് കാര്യങ്ങൾ തുറന്നു കാട്ടി സമൂഹത്തിന് മുൻപിലേക്ക് എത്തിച്ച് അതല്ലേ ശ്രമിക്കേണ്ടത്? ഇനി ഞങ്ങളങ്ങനെ എണ്ണത്തിൽ പുറത്താക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും ഞങ്ങൾ ഇത്രയും ഗൗരവമായി തെറ്റ് ചെയ്തിട്ടുള്ള അവിശ്വാസ പ്രമേയത്തിൻ്റെ ചർച്ചയിൽ കേരളമല്ല ലോകമാകെ കാണില്ലേ? ഞങ്ങളങ്ങ് ദുർബലമായി പോകില്ലേ? പക്ഷെ എന്താ ചർച്ചയ്ക്ക് തയ്യാറാകാത്തത്? കൊണ്ടുവന്നാൽ നേരെ ബൂമറാങ് ആവും. ഏതെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ കോടതി നോക്കൂ, K-4 അല്ലെങ്കിൽ AI ക്യാമറ എത്ര നിയമസഭാ സമ്മേളനത്തിൽ ബഹളുണ്ടാക്കി, സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. സ്പ്രിംഗ്ലർ കേസ് എവിടേക്ക് എത്തി, K-4 എവിടേക്ക് എത്തി, എല്ലാത്തിനും അതന്നെയല്ലേ അനുഭവം എന്നുള്ളത്. ഇപ്പം ഇതിൽ നോക്കൂ, ഞങ്ങൾ ഏക കിടപ്പാട് സംരക്ഷണ നിയമം കൊണ്ടുവന്നു. നിയമസഭയിൽ അവരില്ലല്ലോ. വന്യജീവി പ്രശ്നം അവരിരുന്ന് പിന്നെ തുടർന്നില്ലല്ലോ. അതുപോലെ തന്നെ സേവനാവകാശ നിയമം നിയമസഭയിൽ അവരില്ലല്ലോ. ഇപ്പോൾ നോക്ക്, നേറ്റിവിറ്റി ബില്ല് കൊണ്ടുവന്നു. അഭിഭാഷകരുടെ എത്രയോ കാലത്തെ ആഗ്രഹമാണ് ക്ഷേമനിധിയുടെ, അതിപ്പോൾ ബില്ല് അവതരിപ്പിച്ചു. ഇത് അവരുടെ ഉത്തരവാദിത്വം എന്താണ്? നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവർ ചിലർ പറയുന്നില്ല പണിമുടക്കം കേരളത്തിൽ മുടക്കുന്നു. ഇതേപോലെ പണിമുടക്കുന്ന നിയമപ്രകാരമല്ലാത്ത ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഞങ്ങൾ ഒരു വർത്തമാനത്തിനും ഇല്ല എന്ന് പറഞ്ഞ് മാത്രം തടസ്സപ്പെടുന്ന പ്രതിപക്ഷം ഒരുപക്ഷെ ഇന്ത്യയിൽ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് കേരളത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ തെറ്റായ പ്രവണതയാണ്. ചർച്ച ചെയ്യാനോ അവർക്ക് ഇത്രയും അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്യാൻ അനുവദിച്ച ഒരു ഗവൺമെൻറ് ഉണ്ടോ? ഞങ്ങൾ പൂർണ്ണമായിട്ടും, കാരണം ഞങ്ങൾക്ക് ചർച്ച ചെയ്യുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം ഈ കാര്യങ്ങളൊന്നും വിസിബിൾ ആകാതെ മറച്ചു വയ്ക്കാൻ അവർ ശ്രമിക്കുന്നത് വിസിബിലിറ്റി കൊണ്ടുവരും. ഈ കേസ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്, അപ്പോൾ അവരെന്താ പറഞ്ഞ ഉപപ്രതിപക്ഷം ഇത് ഡൈല്യൂട്ട് ചെയ്യപ്പെടും. ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ അർത്ഥം എന്താ? ഇവർ ചർച്ച ചെയ്താൽ വസ്തുതകൾ കുറേ കൂടി പുറത്തേക്ക് വരും. അപ്പോൾ അവരുടെ ഈ മുദ്രാവാക്യം ദുർബലമാവും. ഇതല്ലേ പറഞ്ഞ എൻ്റെ മലയാളം. അപ്പോൾ അത് ചർച്ചയെ ഭയപ്പെടുകയും സഭാ നടപടി സ്തംഭിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും നിഷേധാത്മകമായ ഒരു പ്രതിപക്ഷമായിരുന്നു ഈ 5 വർഷം കേരള നിയമസഭയിലുണ്ടായിരുന്നു. അവർക്കൊരു ആശയക്കുഴപ്പം ഉണ്ടെന്നാണോ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ ഒരു വിഷയം പറഞ്ഞ് ജനത്തെ ഈ ക്ഷേത്രം ഇതിനെ വെച്ചിട്ട് പണ്ടേയുള്ള രീതിയാണ് കോൺഗ്രസ്. 89-ലാണ് അവർ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഷബാനു കേസ് വരുന്നു. 86 ആകുമ്പോഴേക്കും പിന്നെ അവർ ശിലാന്യാസം അനുവദിച്ചു. നെഹ്റു പൂട്ടിയ താക്കോലെടുത്ത് വീണ്ടും തുറപ്പിച്ചു. ഫൈസാബാദിൽ രാമരാജ്യമാണ് ഞങ്ങൾ മുദ്രാവാക്യത്തിന് അന്നത്തെ തെരഞ്ഞെടുപ്പ് റാലി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം നേരത്തെ നിശ്ചയിച്ച സ്ഥലത്ത് നിന്ന് മാറ്റി അയോധ്യയിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് രാജീവ് ഗാന്ധി പ്രഖ്യാപിച്ചു. ഇതാരിന്ധനമാക്കി? അതാണ് കേരളത്തിലെ ഹിന്ദുത്വ മടർച്ചയുടെ ഒരു രാഷ്ട്രീയ പരിസരം ഒരുക്കിയത്. ഇപ്പോൾ ക്ഷേത്രം പറഞ്ഞൊരു മടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? BJPയുടെ വളർച്ചയ്ക്ക് പരിസരം ഒരുക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും വസ്തുതകളുള്ളതാണോ? ഒരു വസ്തുതയും ഇല്ലാതെ എത്രയോ ജീവിത പ്രശ്നങ്ങൾ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ വരൂ, ഈ കേന്ദ്രം കാണിക്കുന്ന അവഗണന അപ്പോൾ നിങ്ങളുടെ ഇതിനകത്ത് വന്നു. ഇത് ചർച്ച ചെയ്യേണ്ടതല്ലേ? സഭ ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങളല്ലേ? ഞങ്ങളിപ്പോൾ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് സെൻസസിന് വരുമ്പോൾ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സർക്കാർ ഈ നിലപാട് സ്വീകരിച്ചു. നേറ്റിവിറ്റി ബില്ല് ഇവിടെ കേരളത്തിലെ ആളുകൾ നേറ്റീവ് ആണ് എന്ന് പ്രഖ്യാപിക്കുന്ന നിയമപരമായി പിൻബലം നൽകാൻ പോകുന്ന സംവിധാനം സ്വീകരിച്ചു. ഇതല്ലേ ഇപ്പോൾ പിന്നെ ചർച്ച ചെയ്താൽ ന്യൂനപക്ഷങ്ങളോട്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി മുസ്ലിം ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് പഠിക്കാൻ സച്ചാർ കമ്മിറ്റിയുടെ തുടർച്ചയിൽ ഒരു കമ്മീഷൻ വെച്ചത് കേരളമാണ്, പാലോടി കമ്മീഷൻ. ഹജ്ജ് ഹൗസ് അതിൻ്റെ ഭാഗമായി വന്നത്, അല്ലെങ്കിൽ മദ്രസ ക്ഷേമനിധി വന്നു. JB കോശി കമ്മീഷൻ, ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ ജീവിത പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷൻ രൂപീകരിച്ച് കേരളം മാത്രമാണ്. അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏത് ചർച്ച ചെയ്താലും അവർ വല്ലാതെ തുറന്നു കാട്ടപ്പെടും. പഴയ കാലം വീണ്ടും ജനങ്ങളുടെ മുൻപിലേക്ക് വരും. ആ ഇരുണ്ട കാലം തുറന്നു കാട്ടപ്പെടുന്ന ഭീതിയാണ് ഈ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു പ്രധാന കാരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ കിഫ്ബിയുടെ കാര്യം പറയുമ്പോൾ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം R. ശ്രീകണ്ഠൻ നായരുമായ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് കിഫ്ബിയെ ഞങ്ങൾ എതിർക്കുന്നില്ല. ഇതിനു മുമ്പ് നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഒരു മുതിർന്ന നേതാവ്, കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കിഫ്ബി നിർത്തലാക്കും എന്ന്. പക്ഷേ ഇപ്പോൾ ആ ഒരു നിലപാടിൽ നിന്ന് എല്ലാവരും മാറാത്തതാണോ അതോ രമേശ് ചെന്നിത്തല എന്തായാലും അതിനോടൊന്നും അനുകൂലിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ ആ ആശയത്തോട് ഞങ്ങൾക്ക് യാതൊരു വിയോജിപ്പുമില്ല, ഞങ്ങൾ അതുമായി തുടർന്ന് പോകും. പക്ഷേ ഞങ്ങൾക്ക് എതിർപ്പുള്ളത് ഇപ്പോൾ സർക്കാരിൻ്റെ PR-ന് വേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കുകയാണ്, വ്യക്തികൾക്ക് കോടികൾ കൊടുക്കുന്നു. ഇതിനോടൊക്കെ ഞങ്ങൾക്ക് വിയോജിപ്പാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ജയിലിനകത്താകും. ഇതാണ് പറഞ്ഞത് ഒരു കാര്യം. മറ്റൊന്ന്, ഈ ചെറിയ പലിശയ്ക്കൊക്കെ വായ്പ നൽകുന്ന ബാങ്കുകളുണ്ട്. അതുപോലെ പണ്ട് മെട്രോയ്ക്ക് ജപ്പാൻ ബാങ്ക് വായ്പ നൽകിയ കണക്കൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് ഈ വലിയ പലിശയ്ക്കൊക്കെ എടുത്ത് പദ്ധതികൾ കൊണ്ട്? ഈ കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്. അതങ്ങനെ ആകില്ല ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
അല്ല അവരുടെ കാര്യം ഇപ്പോൾ ലൈഫ് മിഷൻ പിരിച്ചുവിടുന്നല്ലേ പറഞ്ഞവർ. ഇപ്പോൾ നാളെ 5 ലക്ഷം വീട് പൂർത്തീകരിക്കുകയല്ലേ, കിഫ്ബി പിരിച്ചുവിടുന്നല്ലേ അവർ പറഞ്ഞത്. ഇനിയിപ്പോൾ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ വേണമെന്ന് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയാൻ കാരണം ചിലപ്പോൾ PR അദ്ദേഹത്തിന് പുറകിലാന്ന് തോന്നുന്നു. മറ്റ് രണ്ടുപേരും ഇടിച്ച് കയറാണല്ലോ, പ്രതിപക്ഷ നേതാവും സംഘടനാ സെക്രട്ടറിയും ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ അവർ തമ്മിൽ. അപ്പോൾ ഇദ്ദേഹത്തിന് അത്രയും കയറാൻ പറ്റാത്ത PR ആയിരിക്കും, ഞങ്ങളെ ആയിരിക്കില്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിനേക്കാളും മറികടന്ന് ഇവർ രണ്ടുപേരും PR നടത്തുന്നതിനെ കുറിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പ്രധാന ഉത്കണ്ഠയുണ്ടാവും. കിഫ്ബി നമ്മൾ ഓരോ ഫണ്ട് ഓരോ പദ്ധതിയെ സംബന്ധിച്ചാണ് വരിക. ചില പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ വിദേശ ഡോളറിൽ നമ്മളിപ്പോൾ വായ്പ എടുത്തു എന്ന് കരുതാം. മസാല ബോണ്ടുകളിൽ പോലെ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഡോളറിൽ തന്നെ തിരിച്ചടയ്ക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പലിശ ഇല്ലാതെ തന്നെ ഒരു മാറ്റം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു. നിങ്ങൾ $10 എടുത്തു, പലിശ വേറെ ഉണ്ടാവും. 10 വർഷം കഴിഞ്ഞിട്ട് $10 തിരിച്ചടയ്ക്കുമ്പോൾ വരുന്ന ആ കാലയളവിലുള്ള ഫ്ലക്ച്വേഷൻസ് എങ്ങനെ പ്രതിഫലിക്കും. പിന്നെ നേരത്തെ മോഡൽ അന്യൂലിറ്റി മോഡലായിരിക്കും, കോൺട്രാക്റ്റ് നടത്തി അതിന് പലിശ ഉൾപ്പെടെ കൊടുക്കാമുള്ളത്. അതിനേക്കാളും ശരിയായ രൂപത്തിൽ ഇപ്പോൾ കിഫ്ബിയുടെ ഈ കാലഘട്ടത്തിൻ്റെ പ്രയോഗാനുഭവമാണ് നോക്കേണ്ടത്. കിഫ്ബി ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും മാറ്റം വന്നത്. അധികം ബാധ്യതയിലേക്ക് എത്തിയിട്ടില്ല. എല്ലാം കിഫ്ബി സിഇഒയുടെ വിശദമായൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. എല്ലാം ഞങ്ങളുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വളരെ മികച്ച രീതിയിൽ കിഫ്ബി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് പറയാൻ കാരണം കിഫ്ബി ഇല്ലാതെ കേരളത്തിൻ്റെ ഈ തരം ഒരു പദ്ധതി മുന്നോട്ട് പോകില്ല എന്നൊരു തിരിച്ചറിവുണ്ടായിട്ടുണ്ടാവും. പക്ഷെ അവരുടെ പൊതുവായ സമീപനം കിഫ്ബി പാടില്ല എന്നുള്ളത് തന്നെയാണ് സഭയിലൊക്കെ അകത്ത് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവരുടെ കാലത്ത് ഇതുപോലുള്ള ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. നോക്കൂ, തീരദേശം, മലയോര പാത. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ കാലത്താണ് ഇത് ആദ്യമായി കൊണ്ടുവന്നത്. AK ആന്റണിയാണ് തുടങ്ങി വെച്ചത്, ശങ്കരനാരായണൻ. പക്ഷെ അന്ന് ശിവദാസ് മേനോന്റെ സമയത്ത് അദ്ദേഹം ധനകാര്യ മന്ത്രിയായിരുന്നു. അല്ല, അത് എല്ലാത്തിൻ്റെ അടിയിലൊരു കല്ല് അവർ നോക്കും. അവർ പ്രധാനതല്ല എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. പക്ഷേ അത് അവരുടെ രീതി മാത്രമായിട്ടാണ് നമ്മൾ കാണേണ്ടതുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.